ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഞങ്ങൾക്ക് ഒരു ഭയമില്ല. ഏത് നടപ്പിലും സജ്ജമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ്. ഞങ്ങൾക്ക് എന്താ ഭയം? ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവൻ സന്നദ്ധമാണ്. ഒപ്പം തന്നെയാണ് CPI. സസ്പെൻഷൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത നിയമസഭാ കാലയളവിൽ രാഹുൽ മണ്ഡലത്തിൽ കാണത്തില്ല. ഇപ്പൊ മണ്ഡലത്തിലുമില്ല. അപ്പൊ ജനങ്ങളുടെ ഒരു വികാരം ഏറ്റെടുത്ത് ഇത് രാജിവെക്കണം തന്നെയാണ് ഇപ്പോൾ CPMന്റെ. ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് തോന്നിയിരിക്കുകയാണ്, അപ്പോൾ രാജിവെക്കണം. സാധാരണ CPM രീതി രാജിവരെ പ്രക്ഷോഭം നിങ്ങളുടെ തീരുമാനമല്ല, ഞങ്ങളുടെ തീരുമാനം. നിങ്ങൾ കുറെ കൊല്ലായി പറഞ്ഞ് നടക്കാൻ തുടങ്ങി. CPM എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? CPMന് നല്ല ധാരണ. നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ CPMനെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂട്ടിലാക്കാൻ, പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കരിയം കഴിയാൻ, അപവാദ പ്രചരണം നടത്താൻ, ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു അവസ്ഥയെ കാണുന്നില്ല. ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ അജണ്ട വെച്ച് ഞങ്ങളില്ല. രാഹുൽ രാജിവെക്കുന്നതാണോ MLA തുടർന്നാണോ CPMന് ഗുണം ചെയ്യുന്നത്? ഞങ്ങൾക്ക് എന്താ കാര്യം? ഇവന്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതക്ക് ജനങ്ങളുടെ ഭാഗത്ത് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ട കാര്യം? ഇപ്പൊ അവസാനം പ്രതി ഞങ്ങളായോ? പറഞ്ഞ ഞങ്ങളെ പ്രതിയാക്കും. നിങ്ങളുടെ ഏർപ്പാട് എങ്ങനെയാ? രാജിവെക്കുന്നതാണോ രാഹുൽ MLA തുടർന്നാണോ CPM രാഷ്ട്രീയമായ ഗുണം? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ. സെപ്റ്റംബർ 15 നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. അപ്പോൾ രാഹുൽ അങ്ങനെ ഈ രാജിവെക്കാതെ നിയമസഭയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് കാണാം. അതല്ലേ നമുക്ക് അന്നേരം കാണാം. ശരി.